ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മന്തിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കണം. നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ചിക്കനാണ് കേട്ടോ ഇന്നത്തെ ചിക്കന്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ദിവസം കുറച്ച് നേരം വൈകി തന്നെയാണ് കിച്ചണിക്ക് വന്നിട്ടുള്ളത്. കാരണം മക്കൾക്ക് മദ്രസൊക്കെ കുറച്ച് നേരം വൈകിട്ട്, അപ്പോൾ സ്കൂളില്ലല്ലോ. പിന്നെ നമുക്ക് വിരുന്നുകാരും ഉണ്ട്, നാത്തൂനും ഉമ്മയും കുട്ടികളും ഓരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കുന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ മോളൂസും എണീറ്റ് വന്നിക്കണം കേട്ടോ. എൻ്റെ ഒപ്പം കിച്ചണിക്ക് വന്നതാണ്. അപ്പോൾ ഓൾക്ക് മദ്രസ 8 മണിക്കാണ്, ഐഫക്കുട്ടിക്ക് 7:30-ക്കാണ്. അപ്പോൾ ഓർക്ക് മദ്രസക്ക് പോകാനാകുമ്പോൾ തന്നെ ഉണ്ടാക്കിയാൽ മതി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ അത് അവിടെ നനച്ചെടുക്കുന്നുണ്ട്. പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ കുറേ പണിയാണ്. അപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുക്ക് കറി ഉണ്ടാക്കുന്നത് കടലക്കറിയാണ്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേന് കടലക്കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടല കഴുകി ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലക്കറിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയാണ് അല്ലേ. അപ്പോൾ കടലൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേന് കേട്ടോ. ഒരു സവാളയും ഒരു കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിനി. പിന്നെ 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ അതൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ പുട്ടുപൊടിയൊക്കെ നല്ല പാകത്തിന് നനവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം. പുട്ടാകുമ്പോൾ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ നിന്നത് ഞാൻ. പിന്നെ തേങ്ങയും ചെറിയ വെച്ചിട്ടുണ്ടേനും. അങ്ങനെ ഇനി തേങ്ങയും പുട്ടൊക്കെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ടുകുറ്റി ഒന്ന് നനച്ചെടുക്കുകയാണ്. പുട്ടുകുറ്റി നനച്ചെടുക്കല്ലോ കേട്ടോ, പുട്ടുകുറ്റി നിറച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശ്രദ്ധ മാറിയിട്ടോ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കുറ്റിയൊക്കെ നിറച്ചിട്ടുണ്ട്. പിന്നെ തൂക്കിൽ ഞാൻ വെള്ളം വെച്ചിനി. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ആവിയേറ്റി വേവിച്ചെടുക്കാം. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്നിനി. അതിക്കാണ് കേട്ടോ പുട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്നാൾ ഞാനൊരു കമൻറ്റ് കണ്ടിന് കേട്ടോ. ആ ഒരു കമൻറ്റിൽ എന്തേനും അറിയോ, പഠിച്ചോനെ വാഴൻ്റെ ഇല അല്ലാത്ത സ്ഥലത്താണ് ഇത്തന്നുണ്ടെങ്കിൽ എന്താ ഇത്ത കാട്ടാൻ, എല്ലാത്തിക്കും വാഴൻ്റെ ഇല എടുത്തിട്ടേ. വാഴൻ്റെ ഇല നമ്മളെ വീടിന് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ഇടുന്നതാട്ടോ. പിന്നെ ഈ പച്ച ഇലയിൽ വെള്ള പുട്ട് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട്, അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇതിക്ക് പുട്ട് കുത്തിയിട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. വീഡിയോയിൽ കാണുമ്പോൾ ഒരു രസം അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ഓരോ കുറ്റി അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ പുട്ട് ചുടുന്നുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് തുണികളുണ്ട് അലക്കാൻ. അപ്പോൾ പുഴയിൽ പോകണം. അപ്പോൾ നാത്തൂനും കുട്ടികളൊക്കെ പുഴയ്ക്ക് പോരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൊണ്ട് പുഴയ്ക്ക് പോകണം. അപ്പം വരുമ്പം പുഴയിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിശപ്പേക്കാരം. അപ്പോൾ കുറച്ചധികം പുട്ട് തന്നെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് വിശക്കുമ്പം എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ ചോറിന്ന് ഇപ്പോൾ നമ്മൾ മന്തിയല്ലേ ഉണ്ടാക്കണത്. അപ്പം കഞ്ഞിയൊന്നും കുടിക്കാൻ ഉണ്ടാവില്ല, കഞ്ഞി ഉണ്ടാക്കണമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. പിന്നെ കടലക്കറിയും ആയിട്ടുണ്ട്. ഇനി കടലേക്ക് തേങ്ങയൊക്കെ അരച്ച് കറിയും തൂമിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇനി പുട്ടും ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാക്കാണ് കേട്ടോ. പുട്ടുമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും കടലക്കറിയൊക്കെ. അപ്പോൾ ഉമ്മാക്ക് 2 പുട്ടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉമ്മ പറഞ്ഞാൽ അത്രയൊന്നും എനിക്ക് വേണ്ട, എനിക്കൊരു കഷ്ണം മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കഷ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് ഷുഗറൊക്കെയാണ്, പക്ഷേ ഇൻസുലിനൊക്കെ എടുക്കണ്ടല്ലോ. പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാനാണ് പുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം ഞാൻ റാഗി പുട്ട് ഉണ്ടാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ കരുതി ഞങ്ങളൊക്കെ ഇനി ഈ പുട്ട് തിന്നുമ്പോൾ അമ്മക്ക് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റുമാണിത്. അപ്പോൾ അങ്ങനെ അതന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാനിന്ന് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ മന്തിക്കുള്ള ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ അവിടെ എടുത്ത് വെച്ചാണ് കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പാത്രത്തിൽ ഒരു സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കളറ് ചേർക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് ഞാൻ. പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നതും.
അങ്ങനെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മന്തി മസാലയാണ് എടുക്കുന്നത്, മസായി മന്തി മസാല കേട്ടോ. ഇത് നമ്മളെ ഹോം ഷോപ്പിലത്തെ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരു സാമ്പാർ പൗഡർ കാണിച്ചിനി, മസായി സാമ്പാർ പൗഡർ. അതേപോലെ തന്നെ മന്തി മസാലയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മന്തി മസാലയാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവർ ഉണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങണ മന്തി ഉണ്ടല്ലോ, ആ ഒരു മന്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ തക്കാളിയും സവാളയൊക്കെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതും അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ആദ്യം ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് ഞാൻ കുറച്ച് സോയാ സോസും കൂടെ ചേർത്തിന് കേട്ടോ, വീഡിയോയിൽ കണ്ടിട്ടില്ല. സോയാ സോസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഒരു 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാഗി ക്യൂബ് ചേർത്തുകൊണ്ട് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, അതിൽ തന്നെ ഉണ്ടാവും നല്ല ഉപ്പ്. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്താൽ ചിക്കനിൽ ഉപ്പ് കയറും. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച്, എന്നിട്ട് ഇതാ ഒക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മളെ ചിക്കനായിക്ക് ഇട്ടിട്ട് അതാ അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വാങ്ങിച്ച ചിക്കനാണ് കേട്ടോ. മന്തിക്കാവുമ്പോൾ കുറച്ചും കൂടെ വലിയ പീസാക്കി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ അതവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ പീസ് അവിടെ മാറ്റി വെച്ചിരുന്നില്ലേ ഞാൻ. അപ്പോൾ അത് കുക്കർക്ക് ഇട്ട് കൊടുത്തു. അതിക്കും ഒരു സവാള ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് മന്തിൻ്റെ റൈസ് ഉണ്ടാക്കുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണ മന്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അതേപോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊരു 5-6 വിസിലടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്തത്. കാരണം നല്ലോണം വെന്തോട്ടെ, ചിക്കനത്തെ സ്റ്റോക്ക് കുറച്ച് നല്ലോണം ഇറങ്ങിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ മന്തി റൈസ് ഇതാട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 കിലോ റൈസും 2 കിലോ ചിക്കനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മന്തി ഉണ്ടാക്കാൻ. അങ്ങനെ അരി ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. അതേപോലെ നമ്മളെ ചിക്കൻ ഇപ്പോൾ മസാല തേച്ച് വെച്ചല്ലോ, അതും 1 മണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് വേഗം പുഴയിൽ പോയിട്ട് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ കൊണ്ട് പുഴയ്ക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുഴയ്ക്ക് പോരാന്ന് പറഞ്ഞാൽ. അപ്പോൾ മക്കൾ വെള്ളത്തിൽ ചാടുന്നത് കാണിച്ചിട്ടേ നമ്മൾ യൂട്യൂബ് നമുക്ക് കോപ്പിറൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമതാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. പുഴയിൽ പോയാൽ പിന്നെ അലക്കലും കുളിയൊക്കെ പെട്ടെന്ന് കഴിയും. പിന്നെ മക്കളൊക്കെ കുപ്പായ ഇടാതെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിന്. അപ്പോൾ അതുകൊണ്ടാവും കേട്ടോ കോപ്പിറൈറ്റ് കിട്ടിയത്. അപ്പോൾ ഞാനവിടെ കട്ട് ചെയ്തു. പിന്നെ രണ്ടാമതാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് നമ്മൾ. അങ്ങനെ പുഴയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മളെ ചിക്കനൊക്കെ നല്ലോണം മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ നോക്കിയപ്പോൾ. അപ്പോഴേക്കും കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളർ ചേർക്കണ്ട കേട്ടോ, ഞാൻ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അതിൽ കാണുമ്പോൾ ഒരു ലുക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കളർ ചേർത്തതാണ്. പിന്നെ ഇത് അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 അടുപ്പിലായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പുറത്തെ അടുപ്പിൽ റൈസും വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ പോലെയല്ല, മന്തി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ റൈസും തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. അപ്പം എളുപ്പമാണ്. കുറേ സവാള കട്ട് ചെയ്യാനും മസാല ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ടല്ലോ. പിന്നെ കുറച്ച് നല്ല വലിയൊരു പരന്ന പാത്രമൊക്കെ എടുത്തുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പ് തന്നെ പോവും. ഞാൻ ചെറിയ പാത്രമാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 ട്രിപ്പാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേവിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് മന്തി റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിന് കേട്ടോ. വെള്ളം തിളച്ച് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് ചിക്കൻ 2 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമല്ലോ, തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ചു വെക്കും കേട്ടോ. അടച്ചു വെക്കുമ്പോൾ എളുപ്പം വേവും. ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ അടച്ചു വെക്കരുത്. അപ്പം തന്നെ അടച്ചു വെച്ചാൽ അതിൽ വെള്ളം പൊടിഞ്ഞു വരും. അപ്പം കുറച്ചിങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ കുറച്ചൊക്കെ ഗതികേടാവും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ വേഗം വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി. പിന്നെ ബാക്കിയുള്ളതും അതേപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ റൈസും റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെമ്പ് ചെറിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പ് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ചെമ്പിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ചിക്കനൊക്കെ മസാല തേച്ച് വെക്കുമ്പോഴേ നാരങ്ങ നീരൊക്കെ ചേർത്ത് നമ്മൾ അലുമിനിയം പാത്രത്തിൽ ഇങ്ങനെ മസാല തേച്ച് വെച്ചാൽ അങ്ങനത്തെ ആ ഒരു പുള്ളിക്കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തീനി ആദ്യം, അതുകൊണ്ടാണ് കേട്ടോ ആ കളറ്. അപ്പോൾ ഇനി കഴുകായിട്ടാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ ചെമ്പ് ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക്
ഏലക്ക, കറാമ്പൂ, പട്ട, ബേ ലീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഉണ്ടല്ലോ അതും, അതേപോലെ തന്നെ ഒരു ക്യാരറ്റും കട്ട് ചെയ്തിന് കേട്ടോ, വട്ടത്തിലാക്കിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയൊരു കഷ്ണം മാഗി ക്യൂബിൻ്റെ ഒരു കഷ്ണം അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ നല്ലോണം അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മന്തി മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചേർത്തില്ലേ മസായിൻ്റെ മന്തി മസാല, ആ ഒരു മന്തി മസാല തന്നെയാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒന്നും നല്ലോണം അങ്ങോട്ട് വെന്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വഴന്ന് കിട്ടിയാൽ മതി. അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം, വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം അളന്നിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിനി. അരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുന്നായിട്ട് 2 ഉണങ്ങിയ നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചാണ്ട് അങ്ങനെ ഉണങ്ങി ആയ നാരങ്ങയാണ് കേട്ടോ. അങ്ങനത്തെ നാരങ്ങ എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. കറുത്ത നാരങ്ങ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളങ്ങനെ ഉണക്കിയെടുത്ത നാരങ്ങയാണെന്ന് വിചാരിച്ചിട്ട് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് ഇട്ട് കൊടുത്ത് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ വെള്ളം ഞാൻ തിളച്ചത് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് അളന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത്. എത്ര ഉണ്ട് നമുക്കറിയില്ലല്ലോ. പിന്നെ ഈ ചിക്കൻ ഇത് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, അതും നമുക്ക് അതിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സവാളയും തക്കാളിയും അതേപോലെ ചിക്കൻ വെന്തതൊക്കെ അല്ലേ, അതും നമുക്ക് അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം അളന്നിട്ടില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വെള്ളം അളന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം അളന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടുള്ള വെള്ളം. ഈ എന്താ പറയുക, ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴേ ഈ മന്തിക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് മന്തിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടി കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കും അതിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആ ചിക്കനും അതൊക്കെ അതിൽ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കനൊക്കെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ആയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ട്രിപ്പ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നും ഇങ്ങോട്ട് മുരിഞ്ഞ് വരാനുണ്ട്. അപ്പോൾ തന്നെ ഈ വെള്ളം തിളച്ചിട്ടുണ്ടേനി, നമ്മൾ തിളച്ച വെള്ളമാണല്ലോ ആദ്യം ഒഴിച്ചു കൊടുത്തത്, അതുകൊണ്ട് വെള്ളമൊക്കെ വേഗം തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ അരി അതിൽ ഇട്ട് കൊടുത്തു. അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടേനി. പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിച്ച വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടുതലാവും. അപ്പോൾ മാക്സിമം വീഡിയോ ചുരുക്കാൻ നോക്കിയതാട്ടോ ഞാൻ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ചെറിയ അടുപ്പത്തല്ലേ അത്, അപ്പോൾ അതങ്ങനെ ആക്കും പോലെ കടന്നിട്ട് വന്നോളും. അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ചിക്കൻ ലാസ്റ്റത്തതും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ ഒരു ഓയിലുണ്ടല്ലോ, ഇതാണ് കേട്ടോ നമ്മൾ ആ റൈസക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതവിടെ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, റൈസൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഇങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവണ്ട, നമുക്കൊന്ന് ദം ചെയ്തെടുക്കും വേണം കുറച്ച് നേരം. ഇനി റൈസ് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളമുണ്ട് വറ്റാൻ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് കുറച്ച് നേരം കൂടെ കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. അങ്ങനെ റൈസത്തെ വെള്ളമൊക്കെ വറ്റി ഞാനിതാ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, റൈസും തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കും കൂടെ വേണം, അപ്പോൾ ഒന്നും കൂടെ വേവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ റൈസൊക്കെ ഞാൻ അതേപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊന്ന് പുകട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുകട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് മന്തിൻ്റെ ടേസ്റ്റ് കിട്ടുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്താ പറയുക, കുഴിമന്തി എന്ന് പറഞ്ഞാൽ കുഴി കുത്തിയൊക്കെ ഉണ്ടാക്കണ മന്തിയാവും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കഴിയില്ലല്ലോ. എന്നാലും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ അതിൻ്റെ നടുക്ക് കൂടെ അങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് ഒരു മൺചട്ടിയിൽ കുറച്ച് കനലെടുത്തുകൊണ്ട് വന്നിട്ട് അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുക പുറത്ത് പോവാതെ അപ്പം തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അവിടെ വെക്കാം. വിറകടുപ്പിലാണെങ്കിൽ കനൽമേൽ വെക്കുക, ഗ്യാസുമേലാണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് വേഗം മയോണൈസ് ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു മയോണൈസ് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുക. പച്ച മുട്ടയല്ല, മുട്ട ഒന്ന് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മക്കൾക്ക് കൊടുക്കുക. മക്കളാണെങ്കിൽ മന്തി അയക്കുമ്പം അധികം ഈ ഒരു മയോണൈസ് ആണല്ലോ എടുക്കുക.
പിന്നെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി. അതിക്ക് മല്ലിയില ഇട്ടിട്ടില്ല, അതാണ് കേട്ടോ വെള്ള കളറായിട്ട് കാണുന്നത്. മല്ലിയില ഇല്ലേനും കയ്യിൽ. അങ്ങനെ മന്തിയൊക്കെ ദം ചെയ്യാൻ വെച്ചിട്ടേ വേഗം ചട്നിയും അതേപോലെ മയോണൈസൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഒക്കെ റെഡി ആയിപ്പോൾ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഫ്ലെയിം 10 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ അത് തുറക്കണത്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി മന്തി മസാലയാണ് കേട്ടോ, മസായി മന്തി മസാല. അപ്പോൾ മന്തി മസാല കിട്ടണമെങ്കിൽ, മസായിൻ്റെ മന്തി മസാല കിട്ടണമെങ്കിൽ ഈ ഹോം ഷോപ്പ് എച്ച് എസ് ഒമാരെ കയ്യിലുണ്ടാവും. എച്ച് എസ് ഒമാരുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഓരോ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട്. അപ്പോൾ ഞാൻ ഈ റൈസിൻ്റെ മേലേക്ക് ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുത്തല്ലോ, നമ്മൾ പുക ഇട്ട് കൊടുക്കണതിൻ്റെ മുന്നേ. അങ്ങനെ ആ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. ആ ഒരു ഓയിൽ നല്ല ടേസ്റ്റ് കൊടുക്കും ബിരിയാണിക്ക്. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ ആ മസാലൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ അതിലുണ്ടാവും കേട്ടോ, ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അങ്ങനെ ആ മന്തി ഞാനിപ്പോൾ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം, എന്നാലുള്ളൂ താഴെ ഭാഗത്തുള്ള റൈസൊക്കെ മേലേക്ക് വന്ന് എല്ലാത്തുമ്പോഴും ആ ഒരു ഓയിലൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണമെന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ മക്കൾ മന്തിയൊക്കെ ഉണ്ടാക്കി തരാൻ പറയുമ്പം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.